പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ല എന്ന വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞു. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന പെൺകുട്ടി മൊഴി മാറ്റി. പ്രണയ നൈരാശ്യമാണ് പരാതിക്ക് കാരണമെന്ന നിഗമനത്തിലാണ് പോലീസ്. പ്രസാദ് എം ജെ ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, ഏതായാലും നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഈ സഹപാഠികൾ പീഡിപ്പിച്ചു എന്ന 13-കാരുടെ പരാതിയിലാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ല എന്ന വൈദ്യ പരിശോധനാ ഫലമാണ് വന്നിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളേറെ ഉത്കണ്ഠയും ആശങ്കയുമായിരുന്നു. അതായത് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്കാണ് അതിക്രൂരമായ പീഡനം സഹപാഠികളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടത്. അത് ആ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്ന രീതിയിൽ തന്നെ ഇന്നലെ ഷിഗല്ലയുടെ മറ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥ് പത്തനംതിട്ട എത്തിയപ്പോൾ ഈ വിഷയമായി, ഈ പെൺകുട്ടിക്ക് പീഡനമേറ്റ വിഷയമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വളരെയധികം ഞെട്ടൽ ഉളവാക്കുന്നതും ഇരയോടൊപ്പമാണ് സർക്കാർ എന്നൊന്ന് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. വൈദ്യ പരിശോധനയിൽ പെൺകുട്ടിക്ക് മർദ്ദനത്തിന്റെ പാടുകളോ അല്ലെങ്കിൽ സാരമായ കേടുപാടുകളോ അങ്ങനെ പീഡനത്തിനിരയായ ഒന്നും തന്നെ ദൃശ്യമായില്ലെന്ന് ഡോക്ടറോട് പറയുകയും തുടർന്നാണ് പോലീസ് ഡോക്ടറുടെയും CWC ഉദ്യോഗസ്ഥരുടെയും മുമ്പിലിരുത്തി കണ്ട് പോലീസ് ഇത് എങ്ങനെയാണ് ഈ പീഡന ശ്രമം നടന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പെൺകുട്ടി തെറ്റായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്തിയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത 4 പേരെയും മുതിർന്നതായിട്ടുള്ള 2 പേരെയും ഇന്നലെ വൈകിട്ടോടുകൂടി വിട്ടയച്ചെങ്കിലും കൂടുതൽ എന്തെങ്കിലും തെളിവ് കിട്ടി കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കുമെന്നുള്ള ഉറപ്പിന്മേൽ മാതാപിതാക്കളോടൊപ്പം തന്നെയാണ് ഇവരെ പറഞ്ഞു വിട്ടത്. 2.5 മാസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. കൂടൽ, പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ കൊല്ലം ജില്ലയുടെ സമീപത്തുള്ള സ്ഥലമാണ് കൂടൽ. അവിടെ ഒരു സർക്കാർ സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ആദ്യത്തെ പീഡനം സ്കൂളിലെ ശുചിമുറിയിലും, രണ്ടാമത് ഈ പെൺകുട്ടിയുടെ വനിതാ സുഹൃത്തിന്റെ വീട്ടിലുമെന്നാണ് ഈ പെൺകുട്ടി ആദ്യം പോലീസിനോടും CWC ഉദ്യോഗസ്ഥരോടും അധ്യാപകരോടും ഒക്കെ മൊഴി പറഞ്ഞത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് ഒരു കാരണവശാലും കുറ്റവാളികൾ രക്ഷപ്പെടരുത്, ശക്തമായ ശിക്ഷ നൽകണം, പ്രതികളെ ഉടൻ തന്നെ പിടികൂടണമെന്നുള്ള അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് ഈ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന കുട്ടികളെ പിടിച്ചത്. തുടർന്നാണ് ഇന്നലെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ പെൺകുട്ടി പരസ്പര വിരുദ്ധമായി മൊഴി നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരെ പ്രതികളെ വിട്ടേക്കുന്നത്. അപ്പൊ പോലീസ് പറയുന്നത് പെൺകുട്ടിയുമായി ഈ പീഡനത്തിന് ഇരയായ വിവരം പെൺകുട്ടിയുടെ മൂത്ത ചേച്ചിയോടാണ് ഈ പെൺകുട്ടി ആദ്യമായി പറയുന്നത്. ആ മൂത്ത ചേച്ചി സ്കൂളിലെ അധ്യാപികയോട് പറയുന്നു, അധ്യാപിക CWC ഉദ്യോഗസ്ഥരോട് പറയുന്നു. അവര് ഡോക്ടറുടെയൊക്കെ കൗൺസിലിന്റെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പെൺകുട്ടിയിൽ നിന്നും മൊഴി പുറത്തു വന്നതിന് ശേഷമാണ് കൂടൽ പോലീസ് 2 പോക്സോ കേസുകളിൽ രജിസ്റ്റർ ചെയ്യുന്നത്. 1 ശുചിമുറിയിലും, 2 ഈ വനിതാ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള 2 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് അന്വേഷണം ആരംഭിച്ചത്. നമുക്കിപ്പോൾ കൂടുതൽ അറിയാൻ കഴിയുന്നത് ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 6 പേരിൽ ഒരു ആൺകുട്ടിയോട് പ്രേമം ഉണ്ടാക്കി. ആ പ്രേമം ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പീഡന ശ്രമം കെട്ടിച്ചമച്ചതെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഈ ബന്ധുക്കളോടും ഈ പോലീസിനോട് ഇപ്പം മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെങ്കിൽ പോലീസ് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കൂടുതൽ എന്തെങ്കിലും ഈ പെൺകുട്ടിയിൽ നിന്ന് ഇനി തെളിവ് ലഭിക്കുന്നുണ്ടോ? ഇപ്പോഴും ഈ പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ CWCയുടെ അവരുടെ സംരക്ഷണയിൽ കഴിയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ? പക്ഷെ എങ്കിലും നമുക്കിപ്പോൾ ആശ്വാസകരമാകുന്നത് സ്വന്തം ക്ലാസ് മുറിയിൽ പഠിച്ചിട്ടുള്ള സഹപാഠികൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ തന്നെയായിരുന്നു ഇപ്പോൾ നിരപരാധികൾ എന്നുള്ള ഒരു ആനുകൂല്യത്തിലാണ് ഇപ്പോൾ ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 11 പേരിൽ 6 പേരെ ഇപ്പോൾ വിട്ടയച്ചിട്ടുള്ളത്. ശരി, എന്തായാലും പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ല എന്നതാണ് വൈദ്യ പരിശോധനാ ഫലത്തിൽ പറയുന്നത്. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ല എന്ന പെൺകുട്ടി മൊഴി മാറ്റിയിട്ടുമുണ്ട്. പ്രണയ നൈരാശ്യമാണ് ഇത്തരത്തിൽ പരാതി നൽകാൻ കാരണം എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പ്രസാദ് MG ആണ് വിവരങ്ങൾ നൽകിയത്.